എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. കേരള PSCയുടെ ഇടപെടൽ സംബന്ധിച്ച്, തൊഴിലില്ലായ്മ നീക്കുന്നതിന് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഇടപെടൽ സംബന്ധിച്ച് നിങ്ങളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ആദ്യമേ ഞാനൊരു കാര്യം പറയാം. ഈ അരുൺകുമാർ ഇവിടെ പറഞ്ഞത് വെറും പൊട്ടത്തരമാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഇദ്ദേഹം ഈ കണക്കും കൊണ്ട് കുറെ കാലം ഒരുപാട് മാധ്യമങ്ങളിൽ വന്നിരുന്ന ഇത്തരം കള്ളങ്ങൾ അടിച്ചു വിടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവര് പറയുന്നത് കേരളത്തിലാണ് രാജ്യത്ത് നടക്കുന്ന നിയമനങ്ങളിൽ ഏറ്റവും കൂടുതൽ കള്ളക്കണക്കാണ്. കാരണം കേരളത്തില് PSC വഴിയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലായാലും മറ്റ് പൊതു നിയമനങ്ങളെല്ലാം PSC വഴിയാണ്. പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അതാത് ബോർഡുകളാണ് നിയമനം നടത്തുന്നത്. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞ് ഇപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ കഴിഞ്ഞ പോലീസ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് നിയമനം കൊടുത്തു എന്ന് താങ്കളൊന്ന് പറയാമോ? എനിക്കറിയില്ല. താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്. പക്ഷേ തെലങ്കാന പോലീസിൽ കഴിഞ്ഞ തവണ 16,000 പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. 16,000 പേർക്കാണ്. കേരളത്തിൽ എത്ര പേർക്കാണ് ജോലി കൊടുത്തത് താങ്കൾ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നിങ്ങൾ നിയമന ശുപാർശയുടെ കണക്കല്ല പറയേണ്ടത്, എത്ര പേർ ജോലിയിൽ പ്രവേശിച്ചു എന്നാണ് താങ്കൾ പറയേണ്ടത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ ഒരാൾ എത്ര ലിസ്റ്റ് വരും. പഠിക്കുന്ന ഒരു കുട്ടി 10, 12 ലിസ്റ്റുകളിലൊക്കെ വരും. അയാൾ ഒരു ജോലിക്ക് മാത്രമേ പ്രവേശിക്കുള്ളൂ. മിസ്റ്റർ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. താങ്കൾ ഇങ്ങനെ വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കള്ളക്കണക്കാണ് പ്രചരിപ്പിക്കുന്നത്. PSC വഴി ഏറ്റവും കുറഞ്ഞ നിയമനമാണ് നടക്കുന്നത്. പിന്നെ അത് പോയിട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. പിൻവാതിൽ നിയമനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവർ ചെയ്തു കൊടുക്കുകയാണ്. 100% ഞാൻ യോജിക്കുന്നു.